ഏവർക്കും കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾജിബ്ര എന്ന യൂണിറ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി കീം എൻട്രൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 3 പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ 3 പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. അത് കണ്ട് പഠിക്കുക. ഇവിടെ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 2024 5 വേർഷനാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഒരു വേർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 76. ഈ വെർഷനിൽ ആദ്യത്തെ 45 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നും അടുത്ത 30 ക്വസ്റ്റ്യൻ കെമിസ്ട്രി സബ്ജക്റ്റിൽ നിന്നുമായിരുന്നു. 76ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 150ാമത്തെ ക്വസ്റ്റ്യൻ വരെ മാത്തമെറ്റിക്സിനെ ബേസ് ചെയ്താണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 76. ലെറ്റ് f of x is equal to log x and g of x is equal to x minus 2 by x square plus 1. Then the domain of the composite function f composition g. So f composition g എന്ന് പറഞ്ഞാൽ f of g is equal to f of g എന്ന് പറയുന്നത് this one. f of x log x. അപ്പോൾ f of this one എന്ന് പറഞ്ഞാൽ log x minus 2 by x square plus 1. log x ഡിഫൈൻഡ് ആകണമെങ്കിൽ x ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകണമെങ്കിൽ x minus 2 by x square plus 1 ഗ്രേറ്റർ ദാൻ 0. അതായത് x minus 2 ഗ്രേറ്റർ ദാൻ 0. x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കണം. അതായത് x എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ 2, ഇൻഫിനിറ്റി ആയിരിക്കണം. ഈ x വാല്യൂവിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. സോ f composition g യുടെ ഡൊമൈൻ ഓപ്പൺ ഇന്റർവൽ 2, ഇൻഫിനിറ്റി. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Question number 77. Let S denote the set of all subsets of integers containing more than 2 numbers. A relation R on S is defined by R equal to ordered pair A, B such that the sets A and B have at least 2 numbers in common. Then the relation R is റിഫ്ലക്സീവ് ആണോ, ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ കൂടെ ഇത് ചെക്ക് ചെയ്യാം അല്ലേ. എ എന്ന് പറയുന്നത് 2ൽ കൂടുതൽ എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ്, അത് ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ഞാൻ -1 0 1 എടുത്തു. ബി എന്ന് പറയുന്നത് 0 1 2. ഈ 2 സെറ്റിലും കോമൺ ആയിട്ട് മിനിമം 2 എലമെന്റ്സ് ഉണ്ടായിരിക്കണം. അതാണ് കണ്ടീഷൻ. എ ആൻഡ് ബി ഹാവ് അറ്റ്ലീസ്റ്റ് 2 നമ്പേഴ്സ് കോമൺ. അപ്പോൾ 0 1 ഇവിടെയുണ്ട്. അടുത്ത സി എന്ന് മറ്റൊരു സെറ്റ് എടുത്തു. അവിടെ 1 2 3. ഇവിടെ എയും ബിയും നമ്മുടെ റിലേഷനകത്ത് വരും. ബി സിയും വരും. എ സി ഒക്കെ വരും. അപ്പോൾ ഇനി നമുക്ക് ഈ സെന്റൻസ് ഒന്ന് റീഡിഫൈൻ ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ ദ സെറ്റ് എ ആൻഡ് എ ഹാവ് അറ്റ്ലീസ്റ്റ് 2 നമ്പേഴ്സ്. ആ റിസൾട്ട് ട്രൂ ആണ്. എവരി എലമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അതുകൊണ്ട് ഇത് റിഫ്ലക്സീവ് ആണ്. ഇനി എക്കും ബിക്കും മിനിമം 2 നമ്പർ ഉണ്ടെങ്കിൽ തിരിച്ച് ബിക്കും എക്കും മിനിമം 2 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് സിമെട്രിക്കുമാണ്. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എയും ബിയും ഈ 2 സെറ്റും നമ്മുടെ റിലേഷനകത്തുണ്ട്. അടുത്ത ബിയും സിയും കോമൺ ആയിട്ട് 2 എലമെന്റ് ഉണ്ടല്ലോ, ഓക്കെയാണ്. എങ്കിൽ എയും സിയും നോക്കുമ്പോൾ കോമൺ ആയിട്ട് 2 എലമെന്റ്സ് വരുന്നുണ്ടോ? ഇവിടെ -1 0 1, ഇവിടെ 1 2 3. 2 എലമെന്റ് അറ്റ്ലീസ്റ്റ് കോമൺ ആയിട്ട് വരുന്നില്ല. സോ ട്രാൻസിറ്റീവ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് വരും? റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നെക്സ്റ്റ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇത്തരത്തിലുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിലീറ്റഡ് പോർഷൻ ആണ്. എന്നാൽ കീം എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കും. 2 സെറ്റ്സ് എ ആൻഡ് ബി ഹാവ് n of A union B. A union ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം 50. A ഇന്റർസെക്ഷൻ ബിയിൽ 12 ഉണ്ട്. n of A minus B, that is 15. Then n of B minus A. n of B minus A കാണുന്ന ഫോർമുല n of B minus n of A ഇന്റർസെക്ഷൻ B. നമുക്കിവിടെ A യൂണിയൻ ബി ഉണ്ട്, A ഇന്റർസെക്ഷൻ ബി ഉണ്ട്, A മൈനസ് ബി ഉണ്ട്. പക്ഷേ n of B തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം n of B കാണുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഇക്വേഷൻ എഴുതുക. n of A minus B 15. അപ്പോൾ അത് കാണുന്ന ഫോർമുല n of A minus n of A ഇന്റർസെക്ഷൻ B, that is 15. ഇതിൽ നിന്ന് n of A equal to 15, ഈ മൈനസ് അപ്പം പ്ലസ് n of A ഇന്റർസെക്ഷൻ B, that is 12. n of A എന്ന് പറയുന്നത് 27. വീണ്ടും n of A യൂണിയൻ B, n of A പ്ലസ് n of B മൈനസ് n of A ഇന്റർസെക്ഷൻ B എന്നൊരു റിസൾട്ട് ഉണ്ട്. ഇവിടെ വാല്യൂസ് കൊടുക്കുക. A യൂണിയൻ B 50 ഈക്വൽ ടു n of A നമുക്കറിയാം എത്രയാണ് കണ്ടെത്തി ഇപ്പോൾ 27. n of B അറിയത്തില്ല, ഇത് അറിയാം 12.
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൻ ഓഫ് ബി എന്ത് കിട്ടി 35. അതിവിടെ കൊണ്ടുകൊടുക്കുക. 35 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 12. സോ ആൻസർ 35 മൈനസ് 12 ദാറ്റ് ഈസ് 23. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ റിസൾട്ടും ഈ ഒരു പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. ഫസ്റ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് 10i by 2 minus i into 3 minus i the whole raised to 2024 is equal to dash. അല്ലെ, ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ന്യൂമറേറ്റർ ഈ സംഗതി 10i, അതുപോലെ താഴെയുള്ളത് മൾട്ടിപ്ലൈ അറിയാലോ. 2 into 3 6, അടുത്ത മൈനസ് 2i മൈനസ് 3i, ഐയും ഐ സ്ക്വയർ ദാറ്റ് ഈസ് മൈനസ് 1 ദാറ്റ് ഈസ് 10i ബൈ എന്ത് കിട്ടും താഴെ മൈനസ് 5i പ്ലസ് 5 എന്ന് കിട്ടും. അതാണ് 5 മൈനസ് 5i. ഒരു 5 കോമൺ ആയിട്ട് എടുത്താൽ 2i ബൈ 1 മൈനസ് i എന്ന് കിട്ടും. അടുത്ത് ഡിവിഷൻ ചെയ്യുന്നത് പോലെ 1 പ്ലസ് i, ഇതിൻ്റെ കോൺജുഗേറ്റ് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2i ഇൻറ്റു ഇവിടെ മേളിൽ 1 പ്ലസ് i വരും, താഴെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ മൈനസ് മൈനസ് ഐ സ്ക്വയർ, അങ്ങനെയാണ് 1 പ്ലസ് 1 എന്ന് വരുന്നത് അറിയാമല്ലോ. 2 ക്യാൻസൽ ചെയ്താൽ i ഇൻറ്റു 1 പ്ലസ് i ദാറ്റ് ഈസ് i minus I square, I minus 1 the whole raised to 2024 എന്ന് കിട്ടും. ഇതിനെ I minus 1 the whole square the whole raised to 1012 എന്ന് എഴുതാം. ഓക്കെ, സോ I minus 1 the whole squareന്റെ വാല്യൂ a minus b the whole square ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൈനസ് 2i എന്ന് കിട്ടും. സോ അറിയാലോ, a minus b a square I square മൈനസ് 2i പ്ലസ് 1 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 2i, ഇവിടെ മൈനസ് 2i റൈസ് ടു 1012. ഇത് ഈവൻ നമ്പർ ആയതുകൊണ്ട് മൈനസ് ഈവൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് പോസിറ്റീവ് ആവും. സോ 2 റൈസ് ടു 1012 എന്ന് കിട്ടും. ഐ റൈസ് ടു 1012 എന്ന് പറയുന്നത് 1 ആണ്. ഐ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് 4 വന്നാൽ ആൻസർ 1 ആണ്. ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ആൻസർ 1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഫൈനൽ ആൻസർ 2 റൈസ് ടു 1012 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കുറച്ച് ടഫാണ്, കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് സമയമെടുത്ത് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വാല്യൂ ഓഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ട്രിഗണോമെട്രിയുടെ ക്വസ്റ്റ്യൻ പോലെ തോന്നും, മിക്സഡ് ക്വസ്റ്റ്യൻ ആണ്. ദ പീരീഡ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു the period of the function f of x is equal to sine of 3x by 2. പീരീഡ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് 2π ആണ് അല്ലേ. ഓരോ 360 കഴിയുമ്പോഴും ആൻസർ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും പീരീഡ് എന്ന് പറയുന്നത് 360 ആണ്. സോ സൈൻ എക്സിൻ്റെത് 2π. അപ്പോൾ സൈൻ 3x by 2ൻ്റെ എന്തായിരിക്കും? 3x by 2 ഈക്വൽ ടു 2π എന്ന് എഴുതാം. സൈൻ എക്സ് ഇസ് ഈക്വൽ ടു 2π. അപ്പോൾ സൈൻ 3x by 2ൻ്റെ പീരീഡ് 2π. അപ്പോൾ 3x by 2 ഈക്വൽ ടു 2π. 3x ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4π by 3. 3x is equal to 4π, x is equal to 4π by 3. അപ്പോൾ ഓപ്ഷൻ എ is the correct answer. Next, the value of alpha for which the complex number is purely imaginary. അപ്പോൾ ഇവിടുത്തെ കോംപ്ലക്സ് നമ്പർ 2 മൈനസ് ആൽഫ ഐ ബൈ ആൽഫ മൈനസ് ഐ. ഇത് ഡിവൈഡ് ചെയ്യാൻ താഴത്തെ കോൺജുഗേറ്റ് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം മേളിൽ ആൽഫ പ്ലസ് ഐ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ആൽഫ പ്ലസ് ഐ കൊടുക്കുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ആൽഫ സ്ക്വയർ പ്ലസ് എന്ത് വരും? ആൽഫ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ, മൈനസും മൈനസും പ്ലസ് വരും. ഐ സ്ക്വയർ മൈനസ് 1 ആണല്ലോ, അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് 1, അങ്ങനെയാണ് ആൽഫ സ്ക്വയർ പ്ലസ് 1. ഇനി മേളിൽ എക്സ്പാൻഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് സിംപ്ലിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്, അത് സ്പീഡിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 ആൽഫ, നെക്സ്റ്റ് 2i, അടുത്ത മൈനസ് ആൽഫ സ്ക്വയർ ഐ, അടുത്ത മൈനസ് ആൽഫ ഐ സ്ക്വയർ, ആ മൈനസും ഐ സ്ക്വയറിൻ്റെ മൈനസും കൂടെയാണ് പ്ലസ് ആൽഫ സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്ത് റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതുക. 2 ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഐയുടെ പാർട്ട് കോമൺ ആയിട്ട് എടുത്താൽ ഇത് ഈ രണ്ടിനും ഐ കോമൺ ആയിട്ട് എടുത്താൽ 2 മൈനസ് ആൽഫ സ്ക്വയർ ബൈ ആൽഫ സ്ക്വയർ പ്ലസ് 1. ഇവിടെ ഇത് കോംപ്ലക്സ് നമ്പർ പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് 0 ആയിരിക്കണം, ഇമാജിനറി മാത്രം മതി എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് 0. 2 ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ബൈ ദിസ് 1 ഈക്വൽ ടു 0. അതായത് 2 ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ 0. ഒരു ആൽഫ കോമൺ ആയിട്ട് എടുത്താൽ 2 പ്ലസ് ആൽഫ ഈക്വൽ ടു 0. ആൽഫ ഈക്വൽ ടു 0 ആകാം, ആൽഫ ഈക്വൽ ടു -2 ആകാം. പക്ഷേ ആൽഫ ഈക്വൽ ടു -2 ഈസ് നോട്ട് ദ കറക്റ്റ് ആൻസർ, കാരണം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് ആൽഫ ഈക്വൽ ടു 0 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് വൺ. ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല നമ്മൾ ആൽഫയ്ക്ക് -2 എന്ന് കൊടുത്താൽ. അതുകൊണ്ടാണ് ആൽഫ നോട്ട് ഈക്വൽ ടു -2 എന്ന് പറയാൻ കാരണം.
Next one, the center of a square is at the origin of the complex plane. If one of the vertices is at minus 3i, then area of the square is, അല്ലേ, ഒരു സ്ക്വയറിൻ്റെ ഒരു വെർട്ടിസസ് വന്നിട്ടുണ്ട് 3 മൈനസ് 3i, അല്ലേ, അറ്റ് മൈനസ് 3a, അതായത് ആ പോയിന്റ് 0,-3 x0 -3 ഈ പോയിന്റ് ആയിരിക്കും ഒരു വെർട്ടിസസ്. ഈ പോയിന്റ് ഒരു വെർട്ടിസസ് ആകുമ്പോൾ അടുത്തത് 0,-3 സ്ക്വയർ ആണല്ലോ, അപ്പോൾ ഇത് മുതൽ ഇതുവരെ ഉള്ളത് എന്തായിരിക്കും 3 ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ് 3,0. അതുപോലെ ഈ പോയിന്റ് എന്തായിരിക്കും 0,3, ഈ പോയിന്റ് എന്തായിരിക്കും -3,0. ഈ കാരണം ഈ ലെങ്ത് 3 ആയിട്ട് എടുക്കുക. ഇനി ഏതെങ്കിലും ഒരു സൈഡിന്റെ ലെങ്ത് കാണുക. അപ്പോൾ എ ബി കാണാം, ഇത് നമുക്ക് എ എന്ന് കൊടുക്കാം, ഇത് ബി എന്ന് കൊടുക്കാം. ഈ സൈഡിന്റെ ഡിസ്റ്റൻസ് കാണുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല √0 -3 the whole square -3 square 9 പ്ലസ് √of അടുത്ത എന്താണ് വീണ്ടും x2 - x1 the whole square പ്ലസ് y2 - y1 the whole square അപ്ലൈ ചെയ്യുമ്പോൾ √18. ഒരു സൈഡ് √18 എങ്കിൽ ഏരിയ കാണുന്ന ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ് √18 × √18. ആൻസർ എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. വീണ്ടും കോംപ്ലക്സ് നമ്പർ എന്നുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 1 + i the whole raised to 10 into 2 - i the whole raised to 6 by 2i - 4 the whole raised to 4 is equal to dash. അപ്പോൾ മോഡുലസ് കാണണം. അപ്പോൾ ഈച്ച് ടേമിന് മോഡുലസ് അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം മോഡുലസ് ഓഫ് Z1 × Z2 എന്ന് പറയുന്ന mod Z1 × mod Z2 എന്ന് എഴുതാം. ഡിവിഷൻ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ മോഡുലസ് ഓഫ് 1 + i raised to 10 into മോഡുലസ് ഓഫ് 2 - i raised to 6 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 2i - 4 the whole raised to 4 എന്ന് എഴുതാം. ഇനി ഇതിന്റെ മോഡുലസ് കാണുന്ന ഫോർമുല √of റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ √1 + 1 √2. അപ്പോൾ √2 raised to 10. ഇതിന്റെ മോഡുലസ് √of 4 + 1 √5 എന്ന് കിട്ടും raised to 6. ഇതിൻ്റെ √of 2ന്റെ സ്ക്വയർ 4, ഇതിൻ്റെത് 16 √20 എന്ന് കിട്ടും. √20 raised to 4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √2 raised to 10 എന്ന് പറഞ്ഞാൽ 2 raised to 5 എന്നാണ്. അടുത്ത് √5 raised to 6 അതുപോലെ. ഇവിടെ √20 raised to 4 എന്നുള്ളതിനെ √20 നമുക്ക് 4 × 5 4 പുറത്ത് വരുമ്പോൾ 2 എന്ന് വരും. 2 × √5 എന്ന് എഴുതാം. 2 raised to 4 × √5 raised to 4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √5 raised to 4 പോയാൽ √5ന്റെ സ്ക്വയർ അത് 5 എന്ന് കിട്ടും. ഇവിടെ 2 raised to 5 2 raised to 4 ഡിവൈഡ് ചെയ്താൽ ഒരു 2. ആൻസർ എന്ത് കിട്ടും? 10. പക്ക ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ആണ്. അത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ലീനിയർ ഇനിക്വാളിറ്റിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 0 <= x <= 5 then the greatest value of alpha and the least value of beta satisfying the inequality alpha <= 3x + 5 <= beta. അപ്പോൾ ഈ ഇനിക്വാളിറ്റിയിൽ നിന്ന് ആദ്യം എക്സിൻ്റെ വാല്യൂ കണ്ടെത്തണം. അതിനുവേണ്ടി ഒരു -5 ഈച്ച് ടേമിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ α -5, ഇവിടെ -5 ക്യാൻസൽ ചെയ്താൽ 3x, ഇവിടെ β -5. ഇനി നമുക്ക് എക്സ് കാണണമെങ്കിൽ ഈച്ച് ടേമിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ α -5/3 <= x <= β -5/3. ഇനി α -5/3 എന്ന് പറയുന്നത് എന്താണ്? ഈ 0 ഒക്കെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആൽഫയുടെ വാല്യൂ എന്ത് കിട്ടി? 5. അതുപോലെ ഇങ്ങേയറ്റം എന്ന് പറയുന്നത് β -5 അല്ലേ, β -5/3 എന്ന് പറയുന്ന 5ക്ക് ഇക്വേറ്റ് ചെയ്യുക. സിംപ്ലിഫൈ β 20. അപ്പോൾ ആൻസർ 5നും 20ക്കും ഇടയ്ക്കായിരിക്കും. സോ ആൻസർ ഓപ്ഷൻ ഇ 5,20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 85. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ ബി തന്നിട്ടുണ്ട്. ദെൻ വാല്യൂ ഓഫ് ആൽഫ ഈസ് ഡാഷ്. അപ്പോൾ എ ബി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 3. അടുത്ത -2 ആൽഫ, അടുത്ത് -1 അത് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ കിട്ടാൻ ഈ റോയും ഈ കോളവും മൾട്ടിപ്ലൈ ചെയ്യുക. -1 + 3 ആൽഫ മൈനസും +1 ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ ഇത് തന്നിട്ടുണ്ട്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സിംപ്ലിഫൈ വളരെ ഈസി അല്ലേ. 3 -1 ഇത് 2 - 2 ആൽഫ ഈക്വൽ ടു -2 -2 ആൽഫ ഈക്വൽ ടു -4 ആൽഫ ഈക്വൽ ടു 2 വിച്ച് ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ. ഇഫ് 2 is a solution of the inequality x - a/a - 2x <=-3 then a must lie in the interval. സോ എക്സ് ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 എന്ന് തന്നിട്ടുണ്ട്. അതായത് എക്സിന് 2 കൊടുക്കുക. അപ്പോൾ 2 - a/a - 4 എന്ന് കിട്ടും. <=-3 സിംപ്ലിഫൈ ബൈ 2 - a <=-3a + 12 എന്ന് കിട്ടും. -3 ഇപ്പോൾ +3a
3a മൈനസ് 2a 2a ലെസ് ദാൻ 10 a എന്ന് പറയുന്നത് ലെസ് ദാൻ 5 എയുടെ വാല്യൂ 5-നേക്കാളും ചെറുതായിരിക്കണം എയുടെ വാല്യൂ 5-നേക്കാളും ചെറുതായിരിക്കണം അതേസമയം എയുടെ വാല്യൂ 5-നേക്കാളും ചെറുതായിരിക്കണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻ വരും ഈ 3 ഓപ്ഷനും കളയാം അല്ലെ ഓപ്ഷൻ കൂടെ നോക്കി ചില ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വരും പിന്നെ ഇത് രണ്ടുമുണ്ട് ഇനി A4 ആയാലുള്ള പ്രശ്നം ഇവിടെ 0 വരും അപ്പോൾ A4 ആകാൻ പാടില്ല അപ്പോൾ ഈ 2,5 ആര് വരുന്നുണ്ട് 4 അപ്പോൾ ഈ ആൻസറും വരത്തില്ല പിന്നെ വരാൻ സാധ്യതകൾ എന്താണ് 5-നേക്കാളും താഴെ വരുന്ന വാല്യൂ വരുന്നത് ഇതാണ് അല്ലേ 4,5 എന്ന് പറയുന്നതാണ് ആൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് ബൈനോമിയൽ തിയറവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ The coefficient of x raised to 14 into y in the expansion of x square plus root 2y the whole raised to 9. ഇത് NCERT സിലബസിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാണുക a പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എന്നുമായി കമ്പയർ ചെയ്യുമ്പോൾ എ എക്സ് സ്ക്വയർ ബി റൂട്ട് വൈ എൻ എന്ന് പറയുന്നത് 9 ജനറൽ ടേം കാണുന്ന ഫോർമുല NCR a റൈസ് ടു n മൈനസ് ആർ ബി റൈസ് ടു ആർ ഇത് കാണാതെ പഠിക്കുക NCR a റൈസ് ടു n മൈനസ് ആർ ബി റൈസ് ടു ആർ n എന്ന് പറയുന്നത് 9CR a എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ റൈസ് ടു 9 മൈനസ് ആർ ബി എന്ന് പറഞ്ഞാൽ റൂട്ട് വൈ റൈസ് ടു ആർ ഇനി നമുക്ക് ഒയുടെ പവർ എന്തായിരിക്കണം y റൈസ് ടു 1 അല്ലേ അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം 9CR ഇത് x റൈസ് ടു 18 മൈനസ് 2r ഇവിടെ റൂട്ട് y എന്ന് പറഞ്ഞാൽ y റൈസ് ടു 1/2 അപ്പോൾ ഈ y റൈസ് ടു r/2 നമുക്ക് y റൈസ് ടു 1 ആണ് വേണ്ടത് അപ്പോൾ r/2 ഈക്വൽ ടു 1 r ഈക്വൽ ടു എന്താണ് 2 അപ്പോൾ ഇതിനകത്ത് r-ന് 2 കൊടുത്താൽ എന്ത് കിട്ടും 9C2 ഇത് x റൈസ് ടു 14 ഇൻറ്റു y എന്ന് കിട്ടും r-ന് 2 കൊടുത്താൽ സോ കോഎഫിഷ്യന്റ് 9C2 NCR n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ അതായത് 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ 7 വരെ ക്യാൻസൽ ചെയ്താൽ പിന്നെ 8 ഇൻറ്റു 9 ബൈ 2 4 ഇൻറ്റു 9 36 എന്ന് കിട്ടും സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നെക്സ്റ്റ് ദ വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ ഈസ് ഡാഷ് അല്ലേ എക്സിന്റെ വാല്യൂ കാണുക ലെഫ്റ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്യുക എക്സ് ഇൻറ്റു കോളം കളയുക റോ കളയുക എക്സ് ഇൻറ്റു -4 എന്ന് വരും -1 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന കോളവും റോയും കളഞ്ഞാൽ അതും -4 എന്ന് വരും പ്ലസ് 1 ഇൻറ്റു റോ ഹൈഡ് ചെയ്യുക കോളം ഹൈഡ് ചെയ്യുക 0 -2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -4x ഈക്വൽ ടു ഇവിടെ 4 - 2 2 6 - 2 4 എന്ന് കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും -1 വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 89 ദ സം ഓഫ് ദ സീരീസ് 1 by 2 raised to 10 plus 1 by 2 raised to 11 plus etc plus 1 by 2 raised to 19 ഒരു 1 by 2 മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു ജോമെട്രി പ്രോഗ്രഷൻ ആണ് ആ സീരീസിന്റെ സം കാണണം ഫസ്റ്റ് ടേം 1 by 2 raised to 10 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന 1 by 2 ആണ് സോ കോമൺ റേഷ്യോ 1 by 2 ഇവിടെ 10 മുതൽ 19 വരെ അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 10 ആണ് സോ സം ടു n ടേംസ് കാണുന്ന ഫോർമുല a into 1 minus r raised to n by 1 minus r വാല്യൂസ് കൊടുക്കുക a എന്ന് പറഞ്ഞാൽ 1 by 2 raised to 10 into 1 minus r raised to n 1 by 2 raised to n n എന്ന് പറഞ്ഞാൽ 10 by 1 minus r 1 minus 1 by 2 സോ ഈ 1 by 2 raised to 10 അതുപോലെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 minus 1 by 2 ആ 2 അവിടെ പോകും മേളിൽ പോകും അതാണ് ഈ എഴുതിയിരിക്കുന്നത് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 1 by 2 raised to 10 എന്നാണ് 2 raised to 10 minus 1 by 2 raised to 10 എന്ന് വരും സോ ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്താൽ ഇവിടെ പിന്നെ എന്താണ് 2 raised to 9 ഇത് 2 raised to 10 മൾട്ടിപ്ലൈ ചെയ്താൽ 2 raised to 19 മേളിലുള്ളത് 2 raised to 10 -1 ഈ ഓപ്ഷൻ എവിടെയാണെന്ന് നോക്കുക നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും അത് കൃത്യമായി തിരിച്ചറിയുക 2 raised to 10 -1 by 2 raised to 19 ഓപ്ഷൻ C is the correct one. Next question number 90 if A and B are two sets each containing more than one element if n of A less than n of B and n of A cross B equal to 155 then n of A is equal to dash ഇതിൽ ഏത് വരാൻ സാധ്യതയുണ്ട് n of A cross B 155 അതായത് n of A into n of B എന്ന് പറയുന്നത് 155 ആണ് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 155 കിട്ടണം അതിൽ n of A എന്ന് പറയുന്നത് n of B യെക്കാളും ചെറുതായിരിക്കുകയും വേണം അപ്പോൾ നമുക്കറിയാം 1 into 155 155 ആണ് പക്ഷേ ഇവിടെ 1 ഇവിടെ ഉണ്ടോ ആൻസറിൽ ഇല്ല അപ്പോൾ അതല്ല പിന്നെ അടുത്തതാണ് 2 ഇൻറ്റു എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമോ ഇല്ല അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 5 ഇൻറ്റു 31 എന്ന് പറയുന്ന 155 എന്ന് കിട്ടും 5 ഇൻറ്റു 31 155 അപ്പോൾ ഇവിടെ n ഓഫ് ബി ഇത് വലുതാണ് ഇത് ചെറുതാണ് അപ്പോൾ n ഓഫ് എ എന്ന് പറയുന്നത് 5 ആയിരിക്കും ആൻസർ എന്താണ് ഓപ്ഷൻ എ ഓപ്ഷൻ നോക്കി ആൻസർ കണ്ടെത്തേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സോ 15 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്
തീർച്ചയായും മോക്ക് പ്രോബ്ലംസ്, അതായത് റിമൈനിങ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പ്രോബ്ലംസ് മനസ്സിലാക്കുക. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ഒരിക്കലും ചോദിക്കത്തില്ല. എന്നാൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് സഹായകരമാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ ട്രിഗണോമെട്രി, വെക്റ്റർ, 3D പ്രോബബിലിറ്റി തുടങ്ങിയ ചാപ്റ്റേഴ്സിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2024-ൽ എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.